പ്രതികളെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചുവെങ്കിലും രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 പേരെ പിടികൂടാൻ സാധിക്കാത്തത്. പ്രതികളുടെ ചിത്രങ്ങൾ NIA പുറത്തുവിട്ടിരുന്നു. പ്രതികളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 10 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി സജ്ജയൻ ആണ് ചേരുന്നത്. സജ്ജയൻ, ഇപ്പോഴും ഈ പ്രതികളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം അന്വേഷണ ഏജൻസികൾക്കുണ്ടോ? അഭിലാഷ്, ബാംഗ്ലൂർ രാമേശ്വരം സ്ഫോടന കേസിൽ ഏകദേശം ഒരു മാസത്തോളമായി സംഭവം നടന്ന് 9 പേർക്ക് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിരുന്നു. തൊപ്പിയും കണ്ണടയും മുഖം മൂടിയും ധരിച്ച ഒരാൾ ഡിജിറ്റൽ ടൈമർ വഴി സ്ഫോടനം നടത്തിയിട്ട് കടന്നുകളഞ്ഞതായി, ആ സ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞതായി പറയപ്പെടുന്നു. അതിന്റെ CCTV, അയാളെ കുറിച്ചുള്ള CCTV ദൃശ്യങ്ങളും അന്ന് തന്നെ പോലീസും NIAയും പുറത്തുവിട്ട് അന്വേഷണം തീവ്രമാക്കിയിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തിനാണ് ഈ സ്ഫോടനത്തിന്റെ പിന്നണിയിലെന്ന് NIA സംശയിക്കുന്ന രീതി തമിഴ്നാട് കേന്ദ്രീകരിച്ച് NIA അന്വേഷണം തീവ്രമാക്കിയിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈ, രാമനാഥപുരം, അതേപോലെ കന്യാകുമാരി ജില്ലയിലും NIAയുടെ സംഘം ഇവർ സംശയിക്കപ്പെടുന്ന പ്രതികൾ താമസിച്ചിരുന്നു എന്ന് പറയുന്ന സ്ഥലത്തെത്തി വാടകയ്ക്ക് വീട് നൽകിയവരെ ചോദ്യം ചെയ്യുകയുണ്ടായി. 2 ദിവസങ്ങൾക്ക് മുമ്പ് കന്യാകുമാരി മാവട്ടം മാർത്താണ്ഡത്തിന് സമീപം ചാങ്കയിൽ രാജ മുഹമ്മദ് എന്ന തെങ്കാശിക്കാരനായ ഒരാൾ ഇതിൽ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ കൊച്ചിയിൽ നിന്നുള്ള 5 NIA സംഘം മാർത്താണ്ഡത്തെത്തി വീട്ടുടമയെ ചോദ്യം ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ആണ് ഇന്നലെ NIA 2 ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇതേക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം നൽകുന്നതായി അറിയിച്ചിരുന്നു. ഏകദേശം 1 മാസത്തോളമായിട്ടും പ്രതികളെ കണ്ടെത്താതെ NIAയുടെ അന്വേഷണവും തമിഴ്നാട് കേന്ദ്രീകരിച്ച് തീവ്രമായി നടന്നു വരുന്നു. അഭിലാഷ്.